മീക്ക് വീക്കെൻഡ്സിലാണ് ഡാൻസ് ക്ലാസ് വരുന്നത്. തേഴ്സ്ഡേ ഫ്രൈഡേ കരാട്ട ക്ലാസ് ഉണ്ട്. ബാക്കി ദിവസങ്ങളിൽ ഫ്രീ ആണ് വൈകിട്ട് വീട്ടിൽ വന്ന്. ആൾക്ക് ഒരുപാട് ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ സ്കൂളിൽ പോകുമ്പം അങ്ങനെ ഒരുങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് ഐലൈനർ വെച്ചൊരു വാലൊക്കെ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അതിട്ട് കൊടുത്തേ. പെൺകുട്ടികൾക്ക് മേക്കപ്പും ഡ്രസ്സും അതുപോലെ ബോയ്സിന് കാറും ഒക്കെയാണല്ലോ ഇഷ്ടം. ഇന്ന് ലഞ്ചിന് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികളുടെ ആവശ്യപ്രകാരം തന്നെ. കുറച്ച് ദിവസം മുമ്പേ വാങ്ങിച്ച ചിക്കൻ്റെ ബാലൻസ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് ഞാൻ. പ്രീപ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ല. കഴിഞ്ഞ ദിവസം റിലയൻസിൽ ചെന്നപ്പം ക്യാരറ്റിന് കിലോ 146 രൂപ. എനിക്ക് ചില വാശികളുണ്ട്. ഈ വില കൂടിയിരിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ല. ഇതിനൊക്കെ വില കുറയുമ്പം നമുക്ക് വാങ്ങാമല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്ക് പോരും. അതുകൊണ്ട് ഇന്നത്തെ ഫ്രൈഡ് റൈസിൽ ക്യാരറ്റില്ല. ബീൻസ് വീട്ടിലുള്ളതുകൊണ്ട് അതങ്ങ് ലാവിഷാക്കി. അപ്പോൾ ഒനിയനും ബീൻസും കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ ചിക്കൻ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കുക്കറിൽ. പിന്നെ വിചാരിച്ചു പിള്ളേർക്ക് ഫ്രൈ ആണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഫ്രൈ ചെയ്ത് ഇതിനകത്ത് ചേർക്കാമെന്ന് വെച്ചു. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഉപ്പും ചേർത്ത് പുരട്ടി വെച്ചു. ഇപ്പോൾ എന്തൊക്കെ വെറൈറ്റി ഫുഡുകളാണ്. പക്ഷേ എൻ്റെയൊക്കെ കൊച്ചിലെ ഇത്രയൊന്നും വെറൈറ്റി ഇല്ലായിരുന്നു, ഇത്രയധികം റെസ്റ്റോറൻറ്റും ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ 1-2 ഹോട്ടൽ ആ ജംഗ്ഷനിൽ കാണും, അല്ലാതില്ല. അവിടെ പൊറോട്ടയും ബീഫുമാണ് മെയിൻ. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, നമ്മൾ മീൻ വറക്കില്ലേ അതുപോലെ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ ഫോർക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എണ്ണ പൊട്ടിത്തെറിച്ച് പൊള്ളാറുമുണ്ട്. അങ്ങനെ പൊള്ളുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഈ സാധനം ഉപയോഗിക്കില്ല. പക്ഷേ അതങ്ങ് അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ മറന്നു പോകും. എന്താ അല്ലേ. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുമ്പോഴാണ് മിസ്സിൻ്റെ കോൾ വന്നത്. ഡാൻസ് ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ മീയെ കൂട്ടാൻ പോകണം. രാവിലെ ഫ്രൈഡ് റൈസ് എന്നുള്ള ഐഡിയ തലയിൽ വന്നപ്പം മുട്ടയില്ല എന്നുള്ള കാര്യം ഓർത്തില്ല. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇവിടെയൊക്കെ കയറുമ്പോൾ പാറും ഉണ്ടെങ്കിൽ പല സാധനങ്ങളും വേണ്ടി വരും. പക്ഷേ ഞാൻ എല്ലാം ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഏതെങ്കിലും ഒരു ഐറ്റം ചെറുത് വാങ്ങിച്ചു കൊടുത്ത് അവളെ ഒതുക്കും. ഇനി കാര്യങ്ങൾ ചടപടയെന്ന് നീക്കാം, കാരണം 1 മണി എടുക്കാറായി. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. ചിക്കൻ ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് തന്നെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കി എടുക്കുക. അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർക്കുക. ഉപ്പ് ഒരുപാട് വേണ്ട കേട്ടോ, കാരണം നമ്മൾ സോയ സോസിൽ ഉപ്പുണ്ടല്ലോ. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഞാൻ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. വലിയ പാത്രം വെച്ചാൽ നമുക്ക് ഇളക്കാൻ നല്ലതായിരിക്കും. ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കി പൊരിച്ച് വെച്ച മുട്ടയുണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കൈ പൊട്ടിത്തെറിച്ചൊക്കെ പൊള്ളിയിട്ടുണ്ടെന്ന്, അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ നീളമുള്ള തവി എനിക്ക് പ്രയോജനപ്പെട്ടെന്ന് തന്നെ പറയാം. റൈസ് ബ്രാൻഡ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ചായിരുന്നു ഞാൻ നേരത്തെ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എടുത്തത് വെളിച്ചെണ്ണയാണ്. ഇനി നമ്മുടെ സാധനത്തിലേക്ക് കുറച്ച് സോയാ സോസ്, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഫോർച്യൂണിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ. ഇത്തിരി തീ കൂട്ടിയൊക്കെ വെച്ച് ഇളക്കിയാൽ പെട്ടെന്ന് ചൂടായി കിട്ടും. അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കാം അല്ലേ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിള്ളേർ ഓക്കെ പറയും, അതെനിക്ക് ഉറപ്പാണ്. ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നത് TV കണ്ടുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു സിനിമ വയ്ക്കും. മിക്കവാറും മണിച്ചിത്രത്താഴ് കിലുക്കാം. ഏഷ്യൻ മൂവീസിൽ അത് മാറി മാറി വരാറുണ്ടല്ലോ. എത്ര കണ്ടാലും മടുക്കാത്തൊരു സിനിമയല്ലേ ഇതൊക്കെ. ഭക്ഷണം കഴിച്ചാലും TVയുടെ മുമ്പിൽ നിന്ന് എണീക്കണമെന്നുണ്ടെങ്കിൽ പരസ്യം വരണം. വൈകിട്ട് പാറുവിൻ്റെ ആവശ്യം റവ കാച്ചി കുറുക്കിയത് വേണം. അപ്പോൾ അതുണ്ടാക്കി കൊടുത്തു. ബൈ ബൈ.